കുറച്ച് ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഹോം ടൂർ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ വിചാരിക്കണം ചെയ്യണമെന്ന്, പക്ഷെ ടൈം കിട്ടാറില്ല. അപ്പോൾ ഷോർട്സൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ഹോം ടൂർ കാണാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ യാദവം. വീടിൻ്റെ പേര് യാദവ് എന്നാണ്, മോൻ്റെ പേരാണ് യാദവ് കൃഷ്ണ. അപ്പോൾ ആ പേരാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത പേരാട്ടോ. യാദവ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ഒരു പേരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട പേരാണ് കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റാർട്ടിങ് തന്നെ ഏട്ടനായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതാ തുറന്ന് വന്ന സമയത്ത് ഇതാ ഞാനും ഏട്ടൻ്റെ അമ്മയൊക്കെ എല്ലാവരും ഉണ്ടിട്ടേ, എടുത്തിമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇത് പാലുകാച്ചൻ്റെ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഉള്ള വീഡിയോ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചേച്ചിയുടെ നാത്തൂൻ്റെ മോളും നാത്തൂനും പിന്നെ എല്ലാവരും ഏട്ടൻ്റെ മക്കളും മോളും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി ഇന്ന് ഇങ്ങനെ കളിക്കുന്ന ടൈമാണേ. അപ്പോൾ ഇത് നെറ്റിപ്പെട്ടത് അച്ഛൻ തന്നാണ് കേട്ടോ. ഇത് നമ്മൾ സോക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്, ഒന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റൊക്കെ ഒന്നും ഇങ്ങനെ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഉറക്കം വരുന്നൊക്കെ ഉണ്ട്. നല്ല പുലർച്ചെ 4:30 ആകുമ്പോഴാണ് നമ്മുടെ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഇവിടുന്ന് 2 അടി നടന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു അയ്യപ്പൻകാവുണ്ട് ആ അമ്പലത്തിലെ നമ്പൂരിയാണ് കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ഇത് അവരെല്ലാവരും കൂടിയൊക്കെ പാലുകാച്ചലിൻ്റെ ടൈമിൽ എല്ലാവരും വന്നു. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ടൈമിൽ അമ്മ എന്തെങ്ങനെ നോക്കണേ, എല്ലാവരും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, ഓരോ പണിയിലാണ്. അപ്പോൾ ഏട്ടന് ടൈം കിട്ടിയപ്പോൾ ഒന്ന് എടുത്ത കാരണം കൊണ്ട് എല്ലാം ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ പറ്റി. അന്നൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കട്ടിലും ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് നമ്മൾ സാധനമൊക്കെ സെറ്റ് ചെയ്തത്. 3 റൂമാണ് നമുക്ക്, താഴത്തെ 2 റൂമും മുകളിൽ ഒരു റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഫസ്റ്റ് കാണിച്ച റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, ബാത്റൂമിനൊന്നും എടുത്തിട്ടില്ല. ഇത് കാഷ്വലായിട്ടൊക്കെ എല്ലാവരും ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ഒന്ന് ഗസ്റ്റുകൾക്കൊക്കെ എടുക്കാൻ പറ്റിയ റൂം. അപ്പോൾ ഞങ്ങളാണ് റീസെൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാമെന്നൊക്കെ മാത്രം. ഞാനും ഏട്ടനും മക്കളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കൂട്ടാ. പിന്നെ ഇതാണ് നമ്മളെ സ്റ്റേക്കേഴ്സ്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ LED ബൾബൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ എന്താണ്, പിന്നെ ഇത് കളർ ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ 6 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവം സെറ്റായത് കേട്ടോ. ഞങ്ങൾ ഇതിലേക്ക് മാറിയിട്ട് 6 മാസമായിട്ടുള്ളൂ. 6 വർഷമായി പണിയൊക്കെ തുടങ്ങിയിട്ടപ്പോൾ ഓരോ ഘട്ടമായിട്ട് കുറേശ്ശെ പൈസ ഇങ്ങനെ കിട്ടുമ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചാണ് കേട്ടോ. ഇത് മുകളിലത്തെ റൂമാണ്, അതും അറ്റാച്ച്ഡ് ബാത്റൂം. അത് മാത്രം ഒന്ന് കുറച്ച് വലുതുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ സാധാ ടൈപ്പാണ്. ഇത് കുറച്ചുകൂടി വലിപ്പമുണ്ട്. പക്ഷെ ഇതിൽ കട്ടിലും ബെഡും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പിന്നീട് ഇടാച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസായിട്ട് വരണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.